ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം 31-ാമത്തെ ഭാഗമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഭഗവാന്റെ അവതാര ലീലകളെക്കുറിച്ച് നാരദ മഹർഷിയോട് ശ്രീ ബ്രഹ്മദേവൻ ഉപദേശിക്കുന്ന ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. വിരാട് സ്വരൂപ വർണ്ണനയായിരുന്നു കഴിഞ്ഞ ഭാഗങ്ങളിൽ നാം നടത്തിയിരുന്നത്. വിരാട് പുരുഷനായ ഭഗവാനാണ് പലവിധ അവതാരങ്ങളും സ്വീകരിച്ച് ലോകത്തെ അനുഗ്രഹിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലെല്ലാം വിശദമായി മനസ്സിലാക്കിയിരുന്നു. ആ ഭഗവാനെ തന്നെയാണ് ആദി നാരായണൻ എന്ന് നാം വിളിക്കുന്നത്. ഭഗവാന്റെ അവതാരങ്ങളെയും ലീലകളെയും ബ്രഹ്മദേവൻ നാരദ മഹർഷിയെ കേൾപ്പിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ഭാഗങ്ങളിലെല്ലാം നമ്മൾ അതാണ് ചർച്ച ചെയ്തിരുന്നത്. ഒരിക്കൽ ഭൂമി ജലത്തിൽ താണുപോയി. ഭൂമിയെ രസാതല ലോകത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുവാൻ ഭഗവാൻ യജ്ഞവരാഹമൂർത്തിയായി അവതരിച്ചു. ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ യുദ്ധത്തിന് വന്ന ഹിരണ്യാക്ഷൻ എന്ന അസുരനെ തന്റെ തേറ്റ കൊണ്ട് പിളർന്നു കൊന്നു. ഇതാണ് ഭഗവാന്റെ വരാഹ അവതാരം. രുചി പ്രജാപതിയുടെയും ആഹൂതിയുടെയും പുത്രനായി ഭഗവാൻ സുയജ്ഞൻ എന്ന പേരിൽ അവതരിച്ചു. ദക്ഷിണ എന്ന പത്നിയിൽ സൂയമന്മാർ എന്ന 12 ദേവന്മാരെ ജനിപ്പിച്ചു. 3 ലോകത്തിലുള്ളവരുടെയും ദുഃഖത്തെ തീർത്ത് ഭഗവാൻ അനുഗ്രഹിച്ചു. അതിനാൽ ദുഃഖത്തെ ഹരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സുയജ്ഞ ഭഗവാനെ സ്വയംഭൂ മനു ഹരി എന്ന് കീർത്തിച്ചു. ഇതാണ് ഭഗവാന്റെ സുയജ്ഞൻ എന്നു പേരുള്ള അവതാരം. കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും മകനായി ഭഗവാൻ കപിലൻ എന്ന പേരിൽ അവതരിച്ചു. മുനി പത്നിമാരായി തീർന്ന 9 സഹോദരിമാരുടെ അനുജനായിട്ടാണ് ഭഗവാന്റെ അവതാരം ഉണ്ടായത്. ആത്മസാക്ഷാത്കാരത്തിന് സുഗമമായ അനുഷ്ഠാനം ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു. കപില മഹർഷി തന്റെ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു. ആ ഉപദേശപ്രകാരം സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളോട് കൂടിയുള്ള മനസ്സിന്റെ ചേർച്ചയെ ഉപേക്ഷിച്ച് ദേവഹൂതി മുക്തയായി തീർന്നു കപിലന്റെ അമ്മ. ഇതാണ് ഭഗവാന്റെ കപിലാവതാരം. കപിലാവതാരം വളരെ ശ്രേഷ്ഠമാണ്. അത്രി മഹർഷി ജഗദീശ്വരന് തുല്യനായ ഒരു പുത്രനുണ്ടാവണമെന്ന ആഗ്രഹത്തോടെ തീവ്രമായി തപസ്സനുഷ്ഠിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ എന്നെ തന്നെ ഇതാ പുത്രനായി അങ്ങയ്ക്ക് തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു അത്രി മഹർഷിയോട്. അത്രി മഹർഷിയുടെയും അനസൂയയുടെയും മകനായി ഭഗവാൻ ദത്താത്രേയൻ എന്ന പേരിൽ അവതരിച്ചു. അവധൂത ശ്രേഷ്ഠനായ ദത്താത്രേയനെ സർവാത്മന ശരണം പ്രാപിച്ചതിനാലാണ് യദു, കാർത്തവീര്യൻ എന്നീ രാജാക്കന്മാർ ഐഹികങ്ങളായ ഐശ്വര്യങ്ങളെയും അവസാനം ജ്ഞാനസമ്പന്നരായി മുക്തിയെയും പ്രാപിച്ചത്. ഇതാണ് ഭഗവാന്റെ ദത്താത്രേയ അവതാരം. ലോക സൃഷ്ടിക്കായി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതായത് ബ്രഹ്മദേവന്റെ തപസ്സിന്റെ സമർപ്പണം കൊണ്ട് സന്തുഷ്ടനായ ഭഗവാൻ സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നീ 4 പേരുകളോടുകൂടിയ സനകാദി ഋഷികളായി ഭഗവാൻ അവതരിച്ചു. കഴിഞ്ഞ പ്രളയത്തിൽ നഷ്ടപ്പെട്ട ആത്മജ്ഞാനത്തെ ലോകത്തിന് ഉപദേശിച്ചു. ആ ഉപദേശത്താൽ പിന്നീടുള്ള മുനിമാർ ആത്മതത്വത്തെ തങ്ങളിൽ തന്നെ സാക്ഷാത്കരിക്കുകയും ചെയ്തു. ഇതാണ് ഭഗവാന്റെ സനകാദികളായിട്ടുള്ള അവതാരം. അപ്പോൾ പ്രളയത്തിന് ശേഷം, കൽപ്പാന്തത്തിലുള്ള പ്രളയത്തിന് ശേഷം ആത്മജ്ഞാനത്തെ ലോകത്തിന് ഉപദേശിക്കുവാൻ വേണ്ടി ഭഗവാൻ സനകാദികളായി അവതരിച്ചു. അങ്ങനെ ആ സനകാദികളിൽ നിന്നാണ് മറ്റ് ഋഷീശ്വരന്മാരിലേക്ക്, നാരദ മഹർഷി പോലെയുള്ള പിന്നീട് വന്ന ഋഷികളിലേക്ക് ആത്മജ്ഞാനം ഉപദേശിക്കപ്പെട്ടത്. ധർമ്മൻ എന്ന പ്രജാപതിയുടെയും ദക്ഷപുത്രിയായ മൂർത്തിയുടെയും പുത്രന്മാരായി ഭഗവാൻ നരൻ എന്നും നാരായണൻ എന്നും പേരുകളോടുകൂടിയ 2 ഋഷിമാരായി അവതരിച്ചു.
ധർമ്മൻ എന്ന പ്രജാപതിയുടെയും ദക്ഷപുത്രിയായ മൂർത്തിയുടെയും പുത്രന്മാരായി ഭഗവാൻ നരൻ എന്നും നാരായണൻ എന്നും പേരുകളോടുകൂടിയ 2 ഋഷിമാരായി നരനാരായണന്മാരായി അവതരിച്ചു. തീവ്രമായ തപസ് അനുഷ്ഠിക്കുന്നവരായിരുന്നു ഈ നരനാരായണന്മാർ. നരമുനിയുടെ തപസ് മുടക്കുവാൻ വേണ്ടി ഇന്ദ്രന്റെ പ്രേരണയനുസരിച്ച് കാമദേവനും അപ്സര സ്ത്രീകളും പഠിച്ച പണി 18 പയറ്റി നോക്കി. എന്നിട്ടും അദ്ദേഹത്തെ തപസ്സിൽ നിന്നും ഭ്രംശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. പല മുനിമാരും കോപാവിഷ്ടരായി കാമദേവനെയും അപ്സര സ്ത്രീകളെയും ശപിച്ചുകൊണ്ട് കാമത്തെ ജയിക്കാറുണ്ട്. കാമത്തേക്കാൾ തപസ്സിന് തടസ്സമാണ് ക്രോധം. ആ ക്രോധത്തെ മിക്കവർക്കും ജയിക്കാൻ സാധിക്കാറില്ല. ക്രോധം പോലും നാരായണ മഹർഷിക്കുണ്ടായില്ല. ആ സ്ഥിതിക്ക് ക്രോധത്തേക്കാൾ ശക്തി കുറഞ്ഞ കാമവികാരത്തിന് അദ്ദേഹത്തിന്റെ മനസ്സിൽ എങ്ങനെ പ്രവേശിക്കാൻ കഴിയും? ഇതാണ് ഭഗവാന്റെ നരനാരായണ അവതാരം. ചെറിയമ്മയായ സുരുചിയുടെ കഠിനമായ വാക്കുകൾ ധ്രുവന് ഹൃദയം തകരത്തക്ക വേദന ഉളവാക്കുന്നതായിരുന്നു. വെറും 5 വയസ്സ് പ്രായമായ ബാലനായിരുന്നു എങ്കിലും ധ്രുവൻ തപസ്സിനായി വനത്തിലേക്ക് പോയി. ആ ബാലനെ അനുഗ്രഹിക്കുവാനായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ധ്രുവന് നാശരഹിതമായ ധ്രുവ പദവി കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്തു. ധ്രുവസ്ഥാനത്തിന് മേലെയും താഴെയും സ്ഥിതി ചെയ്യുന്ന ഋഷികൾ ധ്രുവനെ സ്തുതിച്ച് കൊണ്ടേയിരിക്കുന്നു. ധ്രുവ നക്ഷത്രം ആയി ധ്രുവൻ മാറുകയും ആ ധ്രുവലോകത്തെ സ്ഥിതി ചെയ്യുന്ന ധ്രുവനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ധ്രുവചരിതം ഭാഗവതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഭാഗം വരുമ്പോൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി നമുക്ക് സംസാരിക്കാം. ഇതാണ് ധ്രുവനെ അനുഗ്രഹിക്കുവാൻ ഭഗവാൻ സ്വീകരിച്ച അവതാരം. വേനൻ എന്ന രാജാവ് ധർമ്മത്തെ തെറ്റി നടക്കുന്നവനായിരുന്നു. വേനൻ തികഞ്ഞ അധർമ്മിയായിരുന്നു. വേനൻ ബ്രാഹ്മണ ശാപത്താൽ മരിച്ച വേനൻ താൻ ചെയ്ത അധർമ്മത്തിന്റെ ഫലമായി നരകത്തിൽ വീഴേണ്ടവനാണ്. ഭഗവാൻ വേനന്റെ ശരീരത്തിൽ നിന്ന് പൃഥു എന്ന പേരിൽ ജനിച്ച് അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് രക്ഷിച്ചു. പശുവിന്റെ രൂപത്തിൽ നിന്നിരുന്ന ഭൂമിയിൽ നിന്ന് സസ്യങ്ങളും ധാന്യങ്ങളും കറന്നെടുക്കുകയും ചെയ്തു. പൃഥുസ്വരൂപേണ അങ്ങനെ ഭഗവാൻ അവതാരം ചെയ്തു. നാഭി മഹാരാജാവിന്റെയും സുദേവിയുടെയും പുത്രനായി ഭഗവാൻ ഋഷഭൻ എന്ന പേരിൽ അവതരിച്ചു. ഋഷഭദേവൻ എല്ലാത്തെയും സമമായി കാണുന്നവനും ആത്മസ്വരൂപത്തിൽ നിഷ്ഠയോടുകൂടിയവനും ഇന്ദ്രിയങ്ങളും മനസ്സും അടങ്ങിയവനും സകലവിധ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ചവനുമായ ഒരു അവധൂതനായിരുന്നു ഋഷഭദേവൻ. ജഡൻ, മൂകൻ, അന്ധൻ, ഭ്രാന്തൻ എന്നിവരെ പോലെയായിരുന്നു ഈ ഋഷഭദേവൻ ജീവിച്ചിരുന്നത്. ആ യോഗചര്യയെ പരമഹംസന്മാരായ യോഗീശ്വരന്മാരുടെ ജീവിത സമ്പ്രദായമായി ഋഷികൾ പറഞ്ഞു വരുന്നു. ഇതാണ് ഭഗവാന്റെ ഋഷഭ അവതാരം. സ്വർണവർണ്ണത്തോടു കൂടിയവനും വേദസ്വരൂപനും യജ്ഞസ്വരൂപനും സർവദേവതാസ്വരൂപിയും യജ്ഞപുരുഷനുമായ ഭഗവാൻ എന്റെ യാഗശാലയിൽ കഴുത്തിനു മീലെ കുതിരയുടെയും കഴുത്തിന് താഴെ മനുഷ്യന്റെയും സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ഭഗവാന്റെ ശ്വാസത്തിൽ നിന്ന് മനോഹരങ്ങളായ വേദവാക്യങ്ങൾ പുറത്തേക്ക് വന്നു. ഇതാണ് ഭഗവാന്റെ ഹയഗ്രീവ സ്വരൂപേണയുള്ള അവതാരം. ഭഗവാന്റെ ഹയഗ്രീവ അവതാരത്തെക്കുറിച്ച് നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ളതാണ്. ഹയഗ്രീവ അവതാരം അതായത് കഴുത്തിന് മേലെ കുതിരയുടെയും കഴുത്തിന് താഴെ മനുഷ്യന്റെയും രൂപത്തിൽ ഭഗവാൻ അവതരിച്ചതാണ്. അത് സ്വർണവർണ്ണത്തോടു കൂടിയവനും വേദസ്വരൂപനും യജ്ഞസ്വരൂപനുമായിട്ടുള്ള ആ യജ്ഞപുരുഷനായ ഭഗവാൻ ബ്രഹ്മദേവന്റെ യാഗശാലയിൽ കഴുത്തിന് മീലെ കുതിരയുടെയും കഴുത്തിന് താഴെ മനുഷ്യന്റെയും രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ഹയഗ്രീവ അവതാരം. ആ ഹയഗ്രീവനിൽ നിന്നാണ് വേദവാക്യങ്ങളെല്ലാം പുറത്തേക്ക് വന്നത്. കഴിഞ്ഞ മന്വന്തരത്തിലെ സത്യവ്രതൻ എന്ന രാജാവാണ് ഈ മന്വന്തരത്തിൽ വൈവസ്വത മനുവായി തീർന്നത്.
പ്രളയത്തിൽ ആ രാജാവിനെ രക്ഷിക്കാനായി ഭഗവാൻ മത്സ്യമായി അവതരിച്ചു. ഭൂമിയിൽ തന്നെ ഒരു തോണിയുടെ രൂപത്തിൽ വന്നു. സത്യവ്രത രാജാവിനെയും സപ്തഋഷികളെയും തോണിയിൽ കയറ്റി. ആ തോണി കൊമ്പിൽ കെട്ടി മത്സ്യരൂപിയായ ഭഗവാൻ പ്രളയം കഴിയുന്നതുവരെ അവരെ രക്ഷിച്ചു. പ്രളയ ആരംഭത്തിൽ അതായത് ബ്രഹ്മദേവന്റെ മുഖത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വേദത്തെ വീണ്ടെടുത്ത ശേഷം അവിടുന്ന് പ്രളയജലത്തിൽ വിഹരിച്ചിരുന്നു. ഇതാണ് ഭഗവാന്റെ മത്സ്യാവതാരം. അമൃതിനു വേണ്ടി ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞു. കടകോലായിരുന്ന മന്ദരപർവ്വതം സമുദ്രത്തിൽ താണുപോയി. അതിനെ ഉയർത്തിക്കൊണ്ടുവരുവാനായി ഭഗവാൻ കൂർമ്മസ്വരൂപേണ അവതരിച്ചു. 1,00,000 യോജന വിസ്തീർണമുണ്ടായിരുന്ന കൂർമ്മസ്വരൂപമായിരുന്നു അത്. മന്ദരപർവ്വതത്തെ സമുദ്രത്തിൽ നിന്ന് ഉയർത്തി കൊണ്ടുവരികയും അങ്ങനെ പാലാഴി മഥനം കഴിയുന്നതുവരെ കൂർമ്മസ്വരൂപിയായ ഭഗവാൻ മന്ദരപർവ്വതത്തെ തന്റെ പുറത്ത് താങ്ങി നിർത്തുകയും ചെയ്തു. ഇത്രയും വലിയ പർവ്വതം പുറത്ത് കിടന്ന് തിരിയുമ്പോൾ കൂർമ്മസ്വരൂപിയായ ഭഗവാന് പുറത്ത് തടവിക്കൊടുക്കുമ്പോൾ എന്ന പോലെയുള്ള സുഖമാണ് തോന്നിയത്. ആ സുഖത്തിൽ നിന്ന് ആ സുഖം കൊണ്ട് ഭഗവാൻ ഉറക്കം വന്നു. അതിൽ നിന്നും മന്ദരപർവ്വതം ഉയർത്തിക്കൊണ്ടുവരലും പാലാഴി മഥനവും കഴിയുന്നതുവരെ അതിനെ പുറത്ത് താങ്ങി നിർത്തലും എത്ര നിഷ്പ്രയാസമാണ് ഭഗവാൻ ചെയ്തതെന്ന് അനുമാനിക്കാമല്ലോ. അതാണ് അവിടുത്തെ കൂർമാവതാരം. ആ കൂർമ്മമായി മന്ദരപർവ്വതം അവിടെ മഥനം ചെയ്യുമ്പോഴും അത് തന്റെ പുറത്തെ ഒരു ചെറിയ തലോടലായിട്ട് മാത്രമേ ഭഗവാന് തോന്നിയുള്ളൂ എന്നാണ് പറഞ്ഞത്. ദേവന്മാരുടെ ഭയം തീർത്ത് അനുഗ്രഹിക്കുവാനായി വളഞ്ഞ പുരികക്കൊടികളോടും ഉഗ്രദംഷ്ട്രകളാൽ കരാളമായ വായോടും കൂടിയ നരസിംഹമായി ഭഗവാൻ അവതരിച്ചു. ഗദയും ചുഴറ്റിക്കൊണ്ട് യുദ്ധത്തിന് വന്ന അതിശക്തനായ ഹിരണ്യകശിപിനെ മടിയിൽ കിടത്തി നഖങ്ങളെ കൊണ്ട് മാറിടം പിളർന്നു. ഇതാണ് ഭഗവാന്റെ നരസിംഹ അവതാരം. ത്രികുട പർവ്വതത്തിന്റെ താഴ്വരയുള്ള ഒരു സരസിൽ മുതലയുടെ പിടിയിൽപ്പെട്ട് അവശനായ ഗജേന്ദ്രൻ ഭഗവാനെ സ്തുതിച്ചു. ആദിപുരുഷ, എല്ലാ ലോകങ്ങളുടെയും രക്ഷിതാവേ, നിർമ്മലമായ കീർത്തിയോടുകൂടിയവനെ, മംഗളകരങ്ങളായ തിരുനാമങ്ങളോടുകൂടിയ അലയോ ഭഗവാനെ എന്നീ രൂപത്തിലുള്ള സ്തുതി കേട്ട് ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കയറി അതിവേഗത്തിൽ സരസിന് മുകൾ ഭാഗത്ത് എത്തിച്ചേർന്നു. ചക്രായുധം കൊണ്ട് മുതലയെ കൊന്നു. ഗജേന്ദ്രനെ കരുണാനിധിയായ ഭഗവാൻ തുമ്പിക്കൈയിൽ പിടിച്ച് കരയിലേക്ക് കയറ്റി രക്ഷിച്ചു. ഇതാണ് ഗജേന്ദ്രനെ രക്ഷിക്കാനായി ഭഗവാൻ സ്വീകരിച്ച അവതാരം, ഗരുഡാരൂഢനായ ആ അവതാരം. അതിഥിയുടെ 12 പുത്രന്മാരിൽ അവസാനത്തെ മകനായിട്ടാണ് ഭഗവാൻ വാമനസ്വരൂപേണ അവതരിച്ചത്. പക്ഷേ ഗുണങ്ങളെ കൊണ്ട് അതിഥിയുടെ പുത്രന്മാരിൽ ശ്രേഷ്ഠനായിരുന്നു ഭഗവാൻ. വാമന ഭഗവാൻ മഹാബലിയോട് 3 അടി പ്രദേശം യാചിച്ചു. വിശ്വരൂപിയായി മാറി അദ്ദേഹത്തിന്റെ 3 ലോകങ്ങളും അളന്നെടുത്ത് ഇന്ദ്രന് കൊടുത്തു. ഭഗവാൻ സർവശക്തനാണെങ്കിലും ധാർമ്മികനായ മഹാബലിയെ യാചന കൊണ്ടല്ലാതെ മറ്റൊരു വിധത്തിലും ജയിക്കാൻ കഴിയുമായിരുന്നില്ല. അതാണ് അവിടുന്ന് വാമനസ്വരൂപേണ ബലിയോട് യാചിക്കേണ്ടി വന്നത്. വാമനമൂർത്തിയായി തന്റെ യാഗശാലയിലേക്ക് വന്ന ഭഗവാന്റെ കാൽ കഴുകിച്ച് ആ പാദതീർത്ഥം ശിരസിൽ ധരിക്കാൻ കഴിഞ്ഞ മഹാബലിയുടെ ഭാഗ്യത്തിനു മുൻപിൽ ഇന്ദ്രപദവി എത്രയോ തുച്ഛമാണ്. എന്തെല്ലാം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടും അദ്ദേഹം തന്റെ പ്രതിജ്ഞയിൽ നിന്ന് അണുമാത്ര പോലും പിന്മാറാൻ തയ്യാറായില്ല മഹാബലി. അങ്ങനെ 2 അടികളെ കൊണ്ട് 3 ലോകങ്ങളും അളന്നെടുത്ത ഭഗവാൻ 3ാമത്തെ അടി വയ്ക്കാൻ സ്ഥലം എവിടെ എന്ന് ചോദിച്ചപ്പോൾ തന്റെ ശിരസ് 3ാമത്തെ അടിക്കായി മഹാബലി നീട്ടി കാണിച്ചു. തന്നെ പോലും ഭഗവാന് സമർപ്പിച്ച മഹാബലിയുടെ ആത്മനിവേദനത്തിന്, ആ പൂർണ്ണമായ സമർപ്പണത്തിന് മുന്നിൽ ഇന്ദ്രപദവിക്ക് കാര്യമായ വിലയൊന്നും ഉണ്ടായില്ല. ഇതാണ് ഭഗവാന്റെ വാമന അവതാരം.
ബ്രഹ്മദേവൻ തുടർന്നു പറയുകയാണ്, അല്ലയോ നാരദ, അങ്ങയുടെ ഭക്തി കണ്ട് സന്തോഷിച്ച ഭഗവാൻ ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്ന ജ്ഞാനവും യോഗവും ഭാഗവത ധർമ്മവും അങ്ങയ്ക്ക് ഉപദേശിച്ചു തന്നില്ലേ? അതാണല്ലോ അങ്ങ് നാരദ പഞ്ചരാത്രം എന്ന ശാസ്ത്രമായി ലോകത്തിന് ഉപദേശിച്ചു കൊടുത്തത്. ഭഗവാൻ വാസുദേവനെ സർവാത്മന ആശ്രയിച്ചവർക്ക് മാത്രമേ അതിൽ പ്രതിപാദിച്ച ഭാഗവത ധർമ്മം പ്രായോഗികമായി തീരുകയുള്ളൂ. അതാണ് ഭഗവാൻ അങ്ങയ്ക്ക് വേണ്ടി സ്വീകരിച്ച ഹംസാവതാരം. ഓരോ മന്വന്തരത്തിലും മനുവായി ജനിച്ച് ഭഗവാൻ ധർമ്മപരിപാലനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദുഷ്ടരാജാക്കന്മാരെ ശിക്ഷിക്കുന്നു. സ്വന്തം കീർത്തിയെ സത്യലോകം വരെ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. ധന്വന്തരി സ്വരൂപേണ അവതരിച്ച ഭഗവാൻ തന്റെ നാമോച്ചാരണം ചെയ്യുന്ന ജനങ്ങളുടെ രോഗങ്ങളെ നശിപ്പിക്കുന്നു. ധന്വന്തരി മൂർത്തിയായി യാഗത്തിൽ ഹവിർഭാഗം സ്വീകരിക്കുകയും ആയുർവേദത്തെ ലോകത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ഭഗവാന്റെ ധന്വന്തരിയായിട്ടുള്ള അവതാരം. ഒരു കാലത്ത് ഭൂമിയിലെ ക്ഷത്രിയന്മാർ ബ്രാഹ്മണ ദ്വേഷികളും അധർമ്മികളുമായി തീർന്നു. ഭഗവാൻ പരശുരാമ സ്വരൂപേണ അവതരിച്ച് തന്റെ വെൺമഴു കൊണ്ട് 21 പ്രാവശ്യം ക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്നു. ഇതാണ് ഭഗവാന്റെ പരശുരാമ അവതാരം. ദേവന്മാരായ ഞങ്ങളുടെ അപേക്ഷ പ്രകാരം ഭഗവാൻ ഇക്ഷ്വാകു വംശത്തിൽ ശ്രീരാമനായി അവതരിച്ചു. അച്ഛന്റെ വാക്കിനെ സത്യമാക്കി തീർക്കാനായി സീതാദേവിയോടും ലക്ഷ്മണനോടും കൂടി കാട്ടിലേക്ക് പോയി. വനത്തിൽ വെച്ച് സീതയെ അപഹരിക്കുക വഴി ശ്രീരാമന് അപരാധം ചെയ്തതിനാലാണ് രാവണൻ നശിക്കാനിടയായത്. സീതാദേവി നഷ്ടപ്പെട്ട കോപത്താൽ ശത്രുനഗരമായ ലങ്കയെ ദഹിപ്പിക്കത്തക്ക വിധത്തിലാണ് ശ്രീരാമൻ സമുദ്രതീരത്തിൽ എത്തിയത്. ഭഗവാന്റെ കോപത്തോടു കൂടിയ നോട്ടം കൊണ്ടുതന്നെ സമുദ്രദേവനായ വരുണൻ വല്ലാതെ ഭയപ്പെട്ട് സമുദ്രത്തിലൂടെ ലങ്കയിലേക്കുള്ള വഴി അങ്ങനെ വരുണ ഭഗവാൻ അനുവദിച്ചു കൊടുത്തു. സമുദ്രത്തിൽ സേതു ബന്ധിച്ച് രാമൻ ലങ്കയിലെത്തി രാവണനോട് യുദ്ധം ആരംഭിച്ചു. രാവണനും ഇന്ദ്രനും തമ്മിൽ പണ്ട് ഒരു യുദ്ധം നടന്നിരുന്നു. യുദ്ധത്തിന്റെ മധ്യത്തിൽ ഇന്ദ്രന്റെ വാഹനവും 10,000 ആനകളുടെ ശക്തിയുള്ളതുമായ ഐരാവതം രാവണന്റെ മാറിൽ ആഞ്ഞുകുത്തി. രാവണന്റെ മാറിൽ തട്ടി ഐരാവതത്തിന്റെ കൊമ്പൊടിഞ്ഞു. അത് കണ്ടപ്പോൾ രാവണന് ചിരി വന്നു. ഇനി എന്നെ തോൽപ്പിക്കാൻ ആരുണ്ട് എന്ന വിചാരം കൊണ്ടാണ് ചിരിച്ചത്. അങ്ങനെ അഹങ്കാരിയായി സഞ്ചരിച്ചിരുന്ന രാവണനെ കൂർത്തുമൂർത്ത ശരങ്ങളാൽ കൊന്ന് സീതയെ താമസിയാതെ വീണ്ടെടുക്കും. ഇതാണ് ശ്രീരാമ അവതാരം. ശ്രീരാമ അവതാര കാലത്താണ് ബ്രഹ്മദേവനും നാരദ മഹർഷിയും തമ്മിലുള്ള സംവാദം നടന്നത്. അതിനാൽ ബാക്കി അവതാരങ്ങൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നവയായിട്ടാണ് വർണ്ണിക്കുന്നത്. ഭാവിയിൽ ദ്വാപരയുഗം അവസാനിക്കാറാകുമ്പോൾ അസുരന്മാർ ഭൂമിയിൽ രാജാക്കന്മാരായി ജനിക്കും. അതാണ് ദ്വാപരയുഗത്തിന്റെ അവസാനമാണ് അസുരന്മാരുടെ ആ ഉത്ഭവം. ഭഗവാന്റെ തിരോധാനത്തിന് ശേഷം അവരുടെ അധർമ്മം കൊണ്ട് ഭൂമിക്ക് ഭാരം താങ്ങാൻ സാധിക്കാതെ വരുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനായും ബലരാമനായും അവതരിച്ച് തന്റെ മഹിമയെ പ്രകാശിപ്പിക്കുന്ന പല പല ലീലകളും ചെയ്യും. പിഞ്ചുകുട്ടിയായിരിക്കുമ്പോൾ പൂതന എന്ന രാക്ഷസിയെ കൊല്ലും. 3 മാസം പ്രായത്തിലാണ് അവളെ വലിയൊരു വണ്ടി ചവിട്ടിമറിക്കാൻ പോകുന്നത്. 3 മാസം പ്രായമുള്ള സമയത്താണ് ഭഗവാൻ ഒരു വലിയ വണ്ടിയുടെ രൂപത്തിൽ വന്ന അസുരനെ ചവിട്ടിമറിച്ച് കൊല്ലുന്നത്. ആകാശം മുട്ടത്തക്ക വിധത്തിൽ ഉയർന്നു നിൽക്കുന്ന നീർമരുതുകളെ വെറും 3 വയസ്സു പ്രായത്തിൽ കടപുഴുക്കി വീഴ്ത്തുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. ഇവയെല്ലാം ഭഗവാൻ ഒഴികെ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ലീലകളാണ്. ഗോകുലത്തിലെ ഗോപകുമാരന്മാരും പശുക്കളും കാളന്തിയിലെ വിഷം കലങ്ങിയ വെള്ളം കുടിച്ചു മരിക്കുമ്പോൾ കാരുണ്യ കടാക്ഷം കൊണ്ട് അവരെ ജീവിപ്പിക്കും. കാളന്തിയെ ശുദ്ധമാക്കി തീർക്കാനായി അത്യുഗ്ര വിഷത്തോടു കൂടിയ കാളിയനെ കാളിയ മർദ്ദനം ചെയ്ത് ഓടിച്ചു കളയും.
രാത്രി കാളിന്തി തീരത്ത് കിടന്നുറങ്ങുന്ന ഗോപന്മാരെയും പശുക്കളെയും കാട്ടുതീ പടർന്നു പിടിച്ച് ദഹിപ്പിക്കുവാൻ ആരംഭിക്കുമ്പോൾ എല്ലാവരോടും കണ്ണടയ്ക്കാൻ പറഞ്ഞ് കാട്ടുതീയിനെ പാനം ചെയ്ത് കൃഷ്ണൻ അവരെ എല്ലാം രക്ഷിക്കുന്നു. ഒരു ദിവസം ശ്രീകൃഷ്ണനെ ബന്ധിക്കാനായി യശോദ അനേകം കയറുകൾ ഏച്ചു കെട്ടിയിട്ടും നീളം പോരാതെ വരുന്നു. പിന്നീടൊരിക്കൽ കോട്ടുവായിട്ട കൃഷ്ണന്റെ വായിൽ ബ്രഹ്മാണ്ഡം മുഴുവൻ കണ്ട് യശോദാമ്മ ആശ്ചര്യപ്പെടുന്നു. വരുണന്റെ ഭൃത്യൻ നന്ദഗോപരെ വരുണലോകത്തേക്ക് അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ ശ്രീകൃഷ്ണൻ വരുണലോകത്തിൽ ചെന്ന് അച്ഛനെ വീണ്ടുകൊണ്ടുവരുന്നു. വ്യോമാസുരൻ ഗോപബാലന്മാരെ ഒരു ഗുഹയിലടച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ അവനെ കൊന്ന് കുട്ടികളെ മോചിപ്പിക്കും. പകൽ മുഴുവൻ പല പ്രവർത്തികളിൽ വ്യാപരിച്ചും രാത്രി ക്ഷീണിച്ചുറങ്ങിയും കഴിയുന്ന ഗോകുലവാസികളെ പ്രത്യേക അനുഷ്ഠാനമൊന്നും കൂടാതെ തന്നെ വൈകുണ്ഠലോകം കാണിച്ചു കൊടുത്ത് അനുഗ്രഹിക്കും. ഗോപന്മാർ തന്റെ യാഗം മുടക്കുമ്പോൾ ഇന്ദ്രൻ ഗോകുലത്തെ മുഴുവൻ നശിപ്പിക്കുവാനായി പ്രളയകാല മേഘങ്ങളെ കൊണ്ട് ഭയങ്കരമായ മഴ പെയ്യിക്കും. ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെ ഒരു കയ്യിലുയർത്തി കുട പോലെ പിടിച്ചുകൊണ്ട് 7 ദിവസം ഗോകുലവാസികളെ ഇന്ദ്രന്റെ മഴയിൽ നിന്ന് രക്ഷിക്കും. അത് വെറും 7-ാം വയസ്സിൽ നടക്കാൻ പോകുന്ന ലീലയാണ് എന്ന് നാരദ മഹർഷിയോട് ബ്രഹ്മദേവൻ പറയുകയാണ്. നല്ല നിലാവുള്ള രാത്രിയിൽ വൃന്ദാവനത്തിൽ ഭഗവാന്റെ പാട്ട് കേട്ട് മയങ്ങി നിൽക്കുന്ന ഗോപി കന്യകമാരെ ശംഖചൂടൻ എന്ന യക്ഷൻ അപഹരിക്കുന്നു. അവനെ കൊന്ന് ഗോപസ്ത്രീകളെ മോചിപ്പിക്കും ഭഗവാൻ. പ്രലംബൻ, ധേനുകൻ, ബഗൻ, കേശി, അരിഷ്ടൻ, ചാണൂരൻ, മുഷ്ടികൻ, സാൽവൻ, ദ്വിവിധൻ, ബലദ്വതൻ, ദന്തവക്ത്രൻ, നഗ്നജിത് എന്ന കോസല രാജാവിന്റെ അതിശക്തരായ 7 കാളകളെ ശംഭരൻ, വിധുരൻ, രുക്മി മുതലായവരെയും ഭാരത യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ധാരാളം പേരെയും കാംഭോജന്മാർ, വിരാടന്മാർ, കൗരവന്മാർ, കേകയന്മാർ, സൃഗ്ജയന്മാർ എന്നിവരെയും ബലരാമ സ്വരൂപേണയും ഭീമസേന സ്വരൂപേണയും അർജുന സ്വരൂപേണയും ഭഗവാൻ സംഹരിക്കും. അവരെല്ലാം വൈകുണ്ഠ ലോകത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. ഇവരിൽ പലരെയും ശ്രീകൃഷ്ണൻ നേരിട്ടും ചിലരെ ബലരാമനായും ചിലരെ ഭീമസേനായും മറ്റു ചിലരെ അർജുനനായും സംഹരിക്കും. ബലരാമനായാലും ഭീമസേനായാലും അർജുനനായാലും വാസ്തവത്തിൽ അവരെ സംഹരിക്കുന്നത് ഭഗവാൻ ശ്രീഹരി തന്നെയായിരിക്കും. അതിനാൽ അവർക്ക് വൈകുണ്ഠപ്രാപ്തി സാധിക്കും. അങ്ങനെ ഭൂമിയുടെ ഭാരത്തെ ഭഗവാൻ നശിപ്പിക്കും. ഇതാണ് ഭഗവാന്റെ ശ്രീകൃഷ്ണ അവതാരം. കലികാലത്ത് ജനിക്കുന്നവർ അല്പായുസ്സുകളും ബുദ്ധിശക്തി കുറഞ്ഞവരുമായി തീരും. അവർക്ക് വേദത്തിന്റെ താല്പര്യം അറിയാൻ വിഷമം വരും. വേദം മുഴുവൻ പഠിക്കുവാനുള്ള ക്ഷമയോ ഓർമ്മശക്തിയോ ഒന്നും അവർക്കുണ്ടാകില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ സത്യവതിയുടെ പുത്രനായി വ്യാസൻ എന്ന പേരിൽ അവതരിച്ച് വേദങ്ങളെ പല ശാഖകളായി വിഭജിച്ച് ലോകത്തിൽ പ്രചരിപ്പിക്കും. ഇതാണ് വ്യാസാവതാരം. കലിയുഗത്തിൽ ത്രിപുരന്മാർ എന്ന അസുരന്മാർ മഹാശക്തന്മാരായി തീരും. അവർ ദേവന്മാരെ വല്ലാതെ ഉപദ്രവിക്കും. വൈദിക കർമ്മങ്ങളിൽ നിഷ്ഠയുള്ളവരായതിനാൽ അവരെ ആർക്കും കൊല്ലാൻ കഴിയില്ല. അതിനാൽ ഭഗവാൻ ബുദ്ധൻ എന്ന പേരിൽ അവതരിച്ച് വേദവിരുദ്ധരായിട്ടുള്ള പാഖണ്ഡ മതത്തെ ഉപദേശിച്ച് അവരെ വേദഭ്രഷ്ടരാക്കി തീർക്കും. അതാണ് ബുദ്ധ അവതാരം. കലിയുഗത്തിന്റെ അവസാനത്തിൽ സജ്ജനങ്ങളുടെ ഗൃഹങ്ങളിൽ പോലും ഭഗവത് കഥാ കീർത്തനമില്ലാതെയായി തീരും. ബ്രാഹ്മണർ പാഖണ്ഡന്മാരായി തീരും. ശൂദ്രന്മാർ രാജാക്കന്മാരായി തീരുന്നു. സ്വാഹ, സ്വാധ, വഷ്ട് എന്നീ വൈദിക ശബ്ദങ്ങൾ കേൾക്കാൻ പോലും ഇല്ലാത്തതായി തീരും. ആ സന്ദർഭത്തിൽ ഭഗവാൻ കൽക്കിയായി അവതരിച്ച് ദുഷ്ടന്മാരെ എല്ലാം സംഹരിക്കും. ഇതാണ് ഭഗവാന്റെ കൽക്കി അവതാരം. തപസ്വിയായ ബ്രഹ്മാവാകുന്ന ഞാൻ 9 പ്രജാപതികൾ, ഇവരിലൂടെയാണ് ഭഗവാൻ ലോകത്തിന്റെ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധർമ്മം,
യാഗങ്ങൾ, മനുക്കൾ, രാജാക്കന്മാർ, ദേവന്മാർ ഇവരിലൂടെ പ്രപഞ്ചത്തിന്റെ രക്ഷ നിർവഹിച്ചു വരുന്നു. അധർമ്മം, ശിവൻ, സർപ്പങ്ങൾ, അസുരന്മാർ ഇവരിലൂടെ അവസാനം ലോകത്തിന്റെ സംഹാരവും നടത്തിവരുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം അപാര ശക്തിയോടുകൂടിയ ഭഗവാന്റെ മായാവിഭൂതികളാണ്. ഭൂമിയിലെ മൺതിരികളെ വളരെ കാലത്തെ പരിശ്രമം കൊണ്ട് ഒരുപക്ഷെ എണ്ണി കണക്കാക്കാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം. എന്നാൽ പോലും ഭഗവാന്റെ മഹിമയെ മുഴുവൻ ആർക്കും വർണ്ണിച്ചു തീർക്കാൻ കഴിയില്ല. വാമനൻ ത്രിവിക്രമനായി 3 ലോകങ്ങളും അളന്നെടുക്കുമ്പോൾ സത്യലോകം വരെയുള്ള 14 ലോകങ്ങളും ചലിക്കുവാൻ തുടങ്ങി. അവയെ വീഴാതെ അതാത് സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തിയും ഭഗവാൻ തന്നെയാണ് അതെല്ലാം നോക്കിയത്. ബ്രഹ്മാവായ എനിക്കോ സനകാദി ഋഷിമാർക്കോ ഭഗവാന്റെ മായയുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. പിന്നെ മറ്റുള്ളവർ അറിയില്ലെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? 1000 മുഖങ്ങളോടുകൂടിയ ആദിശേഷൻ ഇത്ര കാലം വർണ്ണിച്ചിട്ട് പോലും ഭഗവാന്റെ മഹിമയുടെ അവസാനം കാണാൻ കഴിഞ്ഞിട്ടില്ല. സർവാത്മന നിഷ്കപടമായി ഭഗവാനെ ശരണം പ്രാപിക്കുന്നവർക്ക് മായയെ അതിക്രമിക്കുവാൻ കഴിയും. അവർക്ക് പിന്നീട് ഒരിക്കലും ശരീരത്തിൽ അഭിമാനബോധമുണ്ടാവുകയില്ല. മകനെ നാരദ, ഭഗവാനെ സർവാത്മന ആശ്രയിച്ചതിനാൽ അവിടുത്തെ മായയെ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മഹർഷിമാരായ നിങ്ങൾക്കും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീ പരമേശ്വരൻ, പ്രഹ്ലാദൻ, സ്വയംഭൂമനു, അദ്ദേഹത്തിൻ്റെ പത്നിയായ ശതരൂപരാജ്ഞി, മനുപുത്രന്മാരായ പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നിവർ, പ്രാചീന ബർഹിസ്, റിഫു മഹർഷി, അംഗമഹാരാജാവ്, ധ്രുവൻ എന്നിവർക്കും ഭഗവാന്റെ മായയുടെ ആഴം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇക്ഷാഹു, പൂരുരവസ്, മുചുകുന്ദൻ, നിമി രാജാവ്, ഗാധി രാജാവ്, രഘു രാജാവ്, അംബരീക്ഷൻ, സഗരൻ, ഗയൻ, യയാതി, മാന്ധാതാവ്, അളർക്കൻ, ശതധന്വാവ്, അനു, രന്തിദേവൻ, ഭീഷ്മർ, മഹാബലി, അമൂർത്തരയൻ, ദിലീപൻ, സൗരഭി, ഉദങ്കൻ, ശിബി മഹാരാജാവ്, ദേവലൻ, പിപ്പിലാദൻ, സാരസ്വതൻ, ഉദ്ധവൻ, പരാശരൻ, ഭൂരിഷേണൻ, വിഭീഷണൻ, ഹനുമാൻ, ശ്രീശുകൻ, പാണ്ഡവർ, വിതുരർ, ശ്രുതദേവൻ എന്നിവർക്കും ഭഗവാന്റെ മായയെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇവർ മാത്രമല്ല, സ്ത്രീകൾ, ശൂദ്രർ, ഹൂണർ, കാട്ടാളന്മാർ, മൃഗങ്ങൾ, പക്ഷികൾ എന്നിവർ പോലും ഭക്തിമാർഗത്തെ അവലംബിക്കുകയാണെങ്കിൽ ഭഗവാന്റെ മായയെ അറിയുകയും അതിക്രമിക്കുകയും ചെയ്യാൻ കഴിയും. ആ സ്ഥിതിക്ക് വേദാധികാരമുള്ളവർ ഭക്തിയെ വളർത്തിയാൽ മുക്തരായി തീരുമെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? എപ്പോഴും ശാന്തവും ഭയരഹിതവും ജ്ഞാനസ്വരൂപവും ശുദ്ധവും ഒരേ രൂപത്തിലിരിക്കുന്നതും സ്ഥൂല സൂക്ഷ്മങ്ങൾക്ക് അതീതവുമാണ് പരമാത്മതത്വം. മനഃശുദ്ധിയുള്ള പലവിധ കർമ്മങ്ങളെ വിധിക്കുന്ന വേദവാക്യങ്ങൾക്ക് പോലും പരമാത്മതത്വത്തെ വേണ്ട വിധത്തിൽ വർണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല. മായയ്ക്ക് പരമാത്മാവിൽ പ്രവേശനവുമില്ല. അതാണ് പരമാത്മാവായ ഭഗവാന്റെ വാസ്തവ സ്വരൂപം. അതിനെ തന്നെയാണ് മുറിവില്ലാത്ത ആനന്ദ സ്വരൂപമായ ബ്രഹ്മം എന്ന് പറയുന്നത്. ആ ബ്രഹ്മതത്വത്തെ അനുഭവ സ്വരൂപേണ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർമ്മത്തിന്റെ ആവശ്യകതയേ ഇല്ല. അതിനാൽ പിന്നെ സകല കർമ്മങ്ങളും ഉപേക്ഷിക്കാം. എല്ലാവിധ ശ്രേയസ്സുകളുടെയും ലക്ഷ്യസ്ഥാനമായി വിളങ്ങുന്ന സർവ്വവ്യാപിയായ ആ ഭഗവാൻ സ്ഥൂല ശരീരത്തിന്റെ സമഷ്ടിയായ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി പരമാത്മാവായ ഭഗവാനിൽ നിന്നാണ്. ശരീരം നശിച്ചാലും സർവ്വവ്യാപിയായ ആത്മതത്വത്തിന് ഒരിക്കലും നാശമില്ല. ശരീരത്തിന്റെ അകവും പുറവും
ആകാശമെന്ന പോലെ നിറഞ്ഞിരിക്കുന്നു ആ ആത്മതത്വം. നാരദ, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണഭൂതനായ ഭഗവാനെ പറ്റി ഇങ്ങനെ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നു. കാര്യകാരണങ്ങളുടെ മൂലകാരണമാണ് ഭഗവാൻ എന്നതിനാൽ സ്വർണത്തിൽ നിന്ന് വേറെയായി ആഭരണമില്ലാത്തതുപോലെ ഭഗവാനിൽ നിന്ന് അന്യമായി ഒന്നും തന്നെയില്ല. ഭഗവാന്റെ അവതാരങ്ങളുടെയും ലീലകളുടെയും ഐശ്വര്യങ്ങളുടെയും ചുരുക്കമാണ് ഞാനിപ്പോൾ അങ്ങേക്ക് പറഞ്ഞു തന്നത്. ഇതിനെയാണ് ഭാഗവതമെന്ന് പറയുന്നത്. ഞാൻ ചുരുക്കി ഉപദേശിച്ച ഭാഗവതത്തെ അങ്ങ് വിസ്തരിച്ച് ലോകത്തിന് ഉപദേശിക്കൂ. എല്ലാവരിലും ആത്മസ്വരൂപേണ വിളങ്ങുന്നവനും എല്ലാറ്റിനും ആധാരഭൂതനുമായ ഭഗവാനിൽ ജനങ്ങൾക്ക് ഭക്തി ഉണ്ടാകുന്ന വിധത്തിൽ ഈ ഭാഗവതത്തെ അങ്ങ് വിസ്തരിച്ചുപദേശിക്കണം. ഭഗവാന്റെ മായയെ വർണ്ണിക്കുകയോ അനുമോദിക്കുകയോ ദിവസേന കേൾക്കുകയോ ചെയ്യുന്നവരെ പോലും മായ ബാധിക്കില്ല എന്ന് ഭഗവാൻ ബ്രഹ്മദേവൻ തൻ്റെ മാനസപുത്രനായ നാരദ മഹർഷിയോട് പറയുകയാണ്. ഈ ഞാൻ അങ്ങയ്ക്ക് ഉപദേശിച്ചു തന്ന ഈ ബ്രഹ്മതത്വം അങ്ങ് ഭാഗവതമായി ലോകത്തിന് ഉപദേശിച്ചു കൊടുക്കുക. ഭഗവാന്റെ മായയെ വർണ്ണിക്കുകയോ അനുമോദിക്കുകയോ ദിവസേന കേൾക്കുകയോ ചെയ്യുന്നവരെ പോലും ഭഗവാന്റെ മായാശക്തി ബാധിക്കുകയില്ല. മായയിൽ നിന്ന് മോക്ഷം, മുക്തി ലഭിച്ചാൽ പിന്നെ ഈശ്വരനിലേക്കുള്ള വഴി അവിടെ തുടങ്ങുകയാണ്. ആ വഴി തുടങ്ങുകയെന്നല്ല, ഈശ്വരനെ പിന്നീട് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ആനന്ദസ്വരൂപത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മ ചൈതന്യത്തെ അനുഭവിക്കാൻ കഴിയും. മായയിൽ നിന്ന് മുക്തി നേടുവാൻ കഴിഞ്ഞാൽ, ആ മായയിൽ നിന്ന് മുക്തി നേടുവാൻ ഭഗവത് കഥകൾ ശ്രവിക്കുക, ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുക, നിത്യേന ഭഗവാനെ അനുമോദിക്കുക, അനുസ്മരിക്കുക, ഭഗവാന്റെ മായയെ വർണ്ണിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ മായ നമ്മെ ബാധിക്കുകയില്ല എന്ന് ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് ഉപദേശം കൊടുക്കുന്നത് ലോകത്തിനുള്ള ഉപദേശമാണ്. നാരദ മഹർഷിക്ക് മാത്രമല്ല, കലികാലത്തിൽ കലിദോഷത്തിൽ മനംനൊന്ത് പ്രശ്നങ്ങളെയും പ്രതിവിധികളെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന മാനവജാതിക്കുള്ള സന്ദേശമാണ് നാരദ മഹർഷി തൻ്റെ മകനായ ബ്രഹ്മദേവൻ തൻ്റെ മകനായ നാരദ മഹർഷിക്ക് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഓരോരുത്തർക്കും ഉള്ള സന്ദേശമാണ്. അപ്പോൾ ഈ സന്ദേശം ഉൾക്കൊള്ളുകയും ഭാഗവതത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മനസ്സിൻ്റെ ഉയർന്ന തലത്തിലേക്കുള്ള ഒരു അധിഷ്ഠാന തത്വമാക്കി ഉയർത്തുകയും ചെയ്യാൻ ഉള്ള ഒരു ഉപോദ്ബലകമായിട്ടുള്ള ഒരു തത്വമാണ്, ഒരു പഠനമാണ് ഭാഗവതം. അതിനുവേണ്ടി ഭാഗവത ധർമ്മം ആചരിച്ചുകൊണ്ട് ഭഗവത് സ്മൃതികളോടെ ഭഗവാന്റെ അനുഗ്രഹം ആഗ്രഹിച്ച് എല്ലാവരും മുന്നോട്ട് പോകുവാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ.